ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രത്തിന് ഇതുവരെയായിട്ടും രോഗമൊന്നും മാറിയിട്ടില്ല. എങ്ങനെ മാറും? മരുന്ന് കറക്റ്റ് സമയത്ത് കഴിച്ചാലല്ലേ മാറുള്ളൂ. നമ്മുടെ വേദയാണ് മരുന്നെടുത്ത് കൊടുക്കാനും വിക്രത്തിൻ്റെ അടുത്ത് ചെല്ലണത്. വേദയോടുള്ള ദേഷ്യം കൊണ്ട് വിക്രമാണെങ്കിൽ മരുന്ന് കഴിക്കുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് പറമ്പിലേക്ക് പോകേണ്ടത് ആവശ്യം വരും, ബാങ്കിൽ പോകേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മുടെ അമ്മ വേദേനെയാണ് ഏൽപ്പിക്കുക. വേദ മരുന്നെടുത്ത് കൊടുക്കാനായി വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നാലോ, വേദയെ കാണുമ്പോഴേക്കും വിക്രം ചീത്ത പറഞ്ഞു തുടങ്ങും. വേദനെ കണ്ടില്ലെങ്കിലാണെങ്കിൽ വിക്രമാണെങ്കിൽ അന്വേഷണം തുടങ്ങും. ഇതാണ് നമ്മുടെ വിക്രത്തിൻ്റെ അവസ്ഥ. അപ്പോൾ വേദ ചില സമയത്ത് കൊടുക്കുന്ന മരുന്ന് നമ്മുടെ വിക്രം കഴിക്കില്ല, വലിച്ചെറിഞ്ഞ് കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്, ചവിട്ടുകൊട്ടയിൽ ഇടുന്നുണ്ട്. എന്നാലും വിക്രത്തിന് വേദയെ കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ചെന്ന് കഴിഞ്ഞാലോ വലിയ ജാട കാണിക്കലാണ്. അപ്പോൾ അങ്ങനെ മരുന്നൊന്നും കൃത്യസമയത്ത് കഴിക്കേണ്ടായി. ഒരു ദിവസം രാവിലെ തന്നെ വേദ ചായയായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ വിക്രം കിടന്ന് കുടുകുടൂന്ന് വിറയ്ക്കുക. നോക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് തൊട്ട് നോക്കുകയാണ്. അപ്പോൾ നല്ല പനി. വേദ തൊട്ട് നോക്കിയോടുകൂടി വേദയുടെ കൈ തട്ടി മാറ്റിയിട്ട് പറയും, നീ എന്നെ തൊട്ട് പോകരുത്, നീ തൊട്ടാൽ തന്നെ എൻ്റെ ഉള്ള രോഗം കൂടുകയുള്ളൂ, കുറയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദേനെ വിക്രം ചീത്ത പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.